ചെയ്യാം? ശശികല അംഗീകരിക്കോ? മാവേലിയുടെ ഓണാഘോഷത്തെ ശശികല അംഗീകരിക്കോ? ഒരു പരസ്യമായി വന്ന് പറയാം അത് വാമന ജയന്തിയാണ്, മാവേലിയെ അടിച്ചു ഒതുക്കണമെന്നാണ് ശശികല വാദിക്കുന്നത്. അത് അംഗീകരിക്കോ? ഹൈന്ദവ സഹോദരങ്ങൾക്കിടയിൽ തന്നെ ഒരുപാട് അഭിപ്രായ വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ രൂപത്തിലുള്ള കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ആദർശത്തിനെതിരാകുന്ന, തൗഹീദിനെതിരാകുന്ന വിശ്വാസ ആചാര കർമ്മ അഴിയാദുകൾ, ആഘോഷങ്ങൾ അതിനോട് ഒരു തരത്തിലും പങ്കുചേരില്ലെന്ന്. ആദ്യം തന്നെ ഓണം മുബാറക്ക് എന്ന് വേണം പറയാൻ. ഇന്നലെ വരെ ഓണം കേരളീയൻ്റെ ഒരു ഉത്സവമാണ്, ഒരു മലയാളികൾ കൊണ്ടാടിയ ഒരു ആഘോഷമാണ്. പക്ഷേ ഇന്ന് അത് ഒരു മതത്തിൻ്റെ മാത്രമായി. പക്ഷെ നേരത്തെ ഒരു മതത്തിൻ്റെ ആയിരിക്കാം. പക്ഷെ അത് കേരളത്തിൽ മതങ്ങൾ വർഗീയതയില്ലാതെ തമ്മിൽ തല്ലാടത്തോളത്തോളം കാലം അത് കേരളീയൻ്റെ ആഘോഷമാണ്. ഓണവും വള്ളംകളിയും പുലികളിയും പൂക്കളങ്ങളും ഇതെല്ലാം കേരളീയൻ ഒന്നിച്ചു നിന്ന് ആഘോഷിക്കുന്ന ഒരു ഓണ പരിപാടികളാണ്. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് സ്കൂളിലേക്ക് നമ്മൾ ഓണത്തിന് ഒരു 2 ദിവസം മുമ്പ് തന്നെ എല്ലാവരുടെയും വീടുകളിൽ നിന്ന് പച്ചക്കറികൾ കൊണ്ടുവരാൻ പറയും. അതിനകത്ത് കൂടിയിരിക്കുന്ന പല ജാതി വിഭാഗത്തിൽ ഉള്ള ആൾക്കാരാണ്. വളർന്ന് വരുമ്പോഴാണ് ജാതിയെപ്പറ്റി മനസ്സിലാക്കുന്നത്. അപ്പം ഈ പച്ചക്കറികൾ കൊണ്ടുവരുമ്പം ഞങ്ങളെല്ലാവരും കൂടെ കൊണ്ടുവരുന്ന പച്ചക്കറികൾ അവിടുത്തെ ആ വലിയ ചെമ്പിലേക്ക് തട്ടിയിട്ടിട്ട് അതുകൊണ്ടുണ്ടാക്കുന്ന പലതരം വിഭവങ്ങൾ ഒന്നിച്ചിരുന്ന് കഴിച്ച ആ ഒരു കാലം. ഈ ഓണാഘോഷം പല ഉസ്താദന്മാരും പറയുന്നത് കേട്ടു, ഇതൊരു ഹിന്ദു മതത്തിൻ്റെയാണ്, അല്ലെങ്കിൽ മറ്റൊരു മതസ്ഥരുടെ ആഘോഷമാണ്. കൂടിയിരുന്ന് പഠിക്കുന്നവരുടെ കൂടെ ഓണം ആഘോഷിക്കണ്ടേ? അവരുടേതാണെന്ന് പറഞ്ഞിട്ട് ഞാൻ മാറി നിൽക്കലാണോ എൻ്റെ നന്ദി? കോളേജുകളിലാണ്, അതല്ലെങ്കിൽ ഓഫീസുകളിലാണ്, അതുമല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഈ ട്യൂഷൻ സെൻറ്ററുകൾ അല്ലെങ്കിൽ ഒന്നിച്ച് ജോലിയെടുക്കുന്ന എല്ലാ സ്ഥാപനങ്ങളിലും ഓണം ആഘോഷിക്കും. ഓണം മാത്രമല്ല, ഓണവും പെരുന്നാളും ക്രിസ്മസും വിഷുവും എല്ലാം ആഘോഷിക്കും. കൂടെ ജോലി ചെയ്യുന്ന സഹപ്രവർത്തകരുടെ കൂടെ നമ്മൾ ആഘോഷിക്കണ്ടേ? അവിടെ ഏത് മതമാണ് നമ്മൾ നോക്കണ്ടേ? നമുക്കൊരാവശ്യം വരുമ്പം പെട്ടെന്ന് നമ്മുടെ കൂടെ ഉള്ളവരാണ് നമുക്ക് ഉപകാരപ്പെടുന്നത്. എന്തിനൊരുപാട് പറയണം, ഒന്ന് കുഴഞ്ഞു വീണാൽ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ ബ്ലഡിന് വേണ്ടി നമ്മൾ കിടന്ന് ഓടും. അന്നേരം ഒന്നും നമ്മൾ ഈ മതം നോക്കാറില്ല. ആരുടെയും ബ്ലഡിൻ്റെ ഏതാ പച്ചയാണോ ചുവപ്പാണോ വെള്ളയാണോ എന്നൊന്നും നമ്മൾ നോക്കാറില്ല. ബ്ലഡ് ഗ്രൂപ്പ് ഏതാണോ മാച്ച് ചെയ്യുന്നത് നല്ലത്, അത് നമ്മുടെ ശരീരത്തിലേക്ക് വരും. അതിൽ ഉയർന്നവനോ താഴ്ന്നവനോ ഇല്ല. അവിടെ ജീവൻ നിലനിർത്തൽ മാത്രമാണ് മുഖ്യം. അതുപോലൊക്കെ അങ്ങ് ചിന്തിച്ചു പോയാൽ മതി. എന്തിനാണ് ഈ കേരളത്തിൽ വർഗീയതയുള്ളവരുണ്ടാവും. മതങ്ങൾ നമ്മുടെ മനസ്സിനകത്ത് പോലെ. ഞാനൊരു മുസ്ലിമാണെങ്കിൽ, ഒരു ക്രിസ്ത്യനും ഒരു ഹിന്ദുവും ഉണ്ടെങ്കിൽ, എല്ലാ മതത്തിലും വർഗീയത പറയുന്നവരുണ്ട്. അവർ നമുക്ക് അകറ്റി നിർത്തിക്കൊണ്ട് നമ്മളോട് തോളോട് തോൾ ചേർന്ന് നിൽക്കുന്നവരെ നമുക്ക് ചേർത്ത് പിടിച്ചുകൂടെ? എൻ്റെ നാട്ടിൽ നോമ്പ് തുറക്കാൻ അമ്പലത്തിൻ്റെ മുറ്റത്ത് പന്തലൊരുക്കിയ ഒരു ചരിത്രമുണ്ട്. എൻ്റെ നാട്ടിൽ കല്യാണം, ഇതര മതസ്ഥരുടെ കല്യാണം നടത്തിക്കൊടുത്ത പള്ളികളുടെ മുറ്റമുണ്ട്. അവിടെ ഒന്നും ഈ മതങ്ങൾ വിതറിയ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ഓണം ആഘോഷിക്കട്ടെ, ക്രിസ്മസും ആഘോഷിക്കട്ടെ, എല്ലാം നമ്മളുടെ മനസ്സിലെ മതങ്ങൾ ഒന്നും കാർന്ന് തിന്ന് ഒരാഘോഷങ്ങളും ഇല്ലാതാകാതിരിക്കട്ടെ. അപ്പോൾ പിന്നെ മറ്റു ചിലരുണ്ട്, സ്വന്തം മതത്തിൻ്റെ ഐഡൻറ്റിറ്റിയിൽ ഊര് ചുറ്റി നടന്ന് മതത്തെ പറയിപ്പിക്കുന്ന അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. അതൊക്കെ ഉദ്ദേശിച്ചായിരിക്കും ഈ ഉസ്താദന്മാർ പറയുന്നത്. അതിപ്പം തിരുത്താൻ പറ്റത്തില്ല. അവരെയൊക്കെ തിരുത്തണമെങ്കിൽ തള്ളയും തന്തയൊക്കെ വേണം പറയാൻ. അവർ വേണം തിരുത്താൻ. രാവിലെ ഇറങ്ങിപ്പോകുമ്പോഴും രാത്രി വന്ന് കയറുമ്പോഴും ചിരിച്ചുകൊണ്ട് സ്വാഗതം ചെയ്യുന്ന കുടുംബക്കാരുണ്ടല്ലോ, അവരെ പറയാൻ പറ്റത്തുള്ളൂ. ഒരു മനുഷ്യന് നന്നാവത്തില്ല. അവരങ്ങനെ തന്നെ പോട്ടെ. നല്ലവർ നല്ലവരാവട്ടെ, കെട്ടവർ കെട്ടവരാവട്ടെ. ആഘോഷങ്ങൾ അതിൻ്റെ വഴിക്ക് നടക്കട്ടെ. എല്ലാവർക്കും വീണ്ടും ഓണം മുബാറക്ക്. അടിച്ചു പൊളിക്കും.